55-ാം സങ്കീർത്തനത്തിന്റെ തുടർ പഠനമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ 1-ാം ഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിലെ പ്രധാനമായി നമ്മൾ ചിന്തിച്ചത് ജീവിതത്തിന്റെ പടക് കൊടുങ്കാറ്റിനാൽ ആടി ഉലയുമ്പോൾ അതിന് മീതെ പറന്നുയരാനുള്ള ദൈവശക്തിയും ദൈവകൃപയും ഒരു വിശ്വാസി പ്രാപിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചാണ്. 3 അതിപ്രധാനമായ തീരുമാനങ്ങൾ തന്റെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിന് മുമ്പാകെ ദാവീദ് ചെയ്തതായി ഇതിന്റെ ആദ്യ ഭാഗം പഠിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാരം കർത്താവിന്റെ മേൽ ഫലമേൽപ്പിക്കും, ഞാൻ അവനിൽ ആശ്രയിക്കും, മാത്രമല്ല ഞാൻ എന്ത് ചെയ്യും, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും നമ്മുടെ ഭാരങ്ങൾ അവന്റെ മേൽ ഫലമേൽപ്പിക്കുകയും അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വാസ്തവത്തിൽ ജീവിത കൊടുങ്കാറ്റുകളുടെ മീതെ പറന്നുയരുവാൻ സാധിക്കും. ഇന്നതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ മറ്റൊരു വ്യാഖ്യാനമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന മാനസിക ക്ലേശങ്ങൾ, സംഘർഷങ്ങൾ, പ്രതിസന്ധികൾ, ഇവയുടെ മുമ്പാകെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഓടി ഒളിക്കാനായിട്ട് നമ്മൾ പല ആളും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ഒരിക്കൽ കർത്താവിന്റെ ദാസൻ എം വി ചെറിയാൻ സാറ് ഒരു പ്രസംഗ മധ്യത്തിൽ ഇപ്രകാരം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇഫ് ഐ ഹാഡ് നോട്ട് ബീൻ ബോൺ, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിച്ച അനേക ആളുകളുണ്ട്. അല്ലെങ്കിൽ ആഗ്രഹിച്ച ആളുകളാണ് എല്ലാവരും. എന്നാൽ ഒരിക്കൽ പോലും ഞാൻ വീണ്ടും ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാഗ്രഹിച്ച ഒരു വ്യക്തി പോലും ഭൂമിയിൽ കാണുകയില്ല എന്ന്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ സങ്കീർണതയുള്ളതാണ്. അത് നമ്മുടെ ജീവിത പടകിന്മേൽ ആഞ്ഞടിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ കൊള്ളായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. ദാവീദ് അങ്ങനെ ഒരു ദിവസം ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ, പ്രാവിനെ പോലെ എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി മരുഭൂമിയിൽ വിശ്രമിക്കുമായിരുന്നു. ഏകാന്തതയുടെ തടവറയിൽ ഞാൻ ഏകനായി കഴിയേണ്ടി വന്നാലും വേണ്ടതില്ല, ഈ സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിൽ അലഞ്ഞ് ഉഴന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, തകർന്നു പോകാതെ ഞാൻ ഓടി രക്ഷപ്പെടുമായിരുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. വാസ്തവത്തില് അങ്ങനെയുള്ള ജീവിത കൊടുങ്കാറ്റുകളുടെ മുമ്പാകെ നിവർന്നു നിൽക്കാൻ കഴിയാതെ ബലഹീനരായി തകർന്നു പോകുമോ എന്ന് ഭയപ്പെട്ട് ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ വളരെ 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 തുറന്നു തന്നെ പറയട്ടെ, ഇത് സ്വാഭാവികമായി എനിക്ക് നിങ്ങൾക്കുമുള്ള വികാരമാണ്. നമുക്ക് താങ്ങാൻ കഴിയാത്ത ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിക്കുമ്പോൾ, ഏകാന്തതയുടെ തടവറയിലേക്ക് നാം തള്ളിവിടപ്പെട്ടു എന്ന് പോകുമ്പോൾ, ഒരുപക്ഷെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നി തകർന്നു പോകുന്ന സമയങ്ങളിൽ നമ്മൾ പല ആളുകളും എന്ത് ചെയ്യും, നമ്മുടെ ബാഗുമൊക്കെ പാക്ക് ചെയ്ത് അങ്ങ് പോയാൽ മതിയാകൂ എന്ന് ചിന്തിക്കും. എനിക്ക് ധാരാളം മതി, ഐ ഹാഡ് ഇനഫ്, എനിക്ക് ധാരാളം മതി, ഐ കാൻ ടേക്ക് എനി മോർ, എനിക്ക് ഒട്ടും സഹിക്കാൻ സാധിക്കുകയില്ല, ഐ ഹാവ് ഗോട്ട് ടു ഗെറ്റ് അവേ, ഞാൻ എങ്ങനെയെങ്കിലും ഈ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഓടി മറയാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പലപ്പോഴും സ്വയം പറയുന്ന, സ്വയം ശപിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അത് വാസ്തവത്തില് സ്വാഭാവികമായ നമ്മുടെ പ്രതികരണമാണ്. പല പ്രശ്നങ്ങള് ഒരു പ്രശ്നം മാത്രമല്ല, നമ്മൾ പുറത്തു നോക്കുമ്പോൾ പല ആളുകളുടെയും ജീവിതം ശാന്തമാണെന്ന് തോന്നിയാലും അനേകരുടെയും ജീവിതത്തിന്റെ ഉള്ളറകളെ നമ്മൾ മനസ്സിലാക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ സങ്കീർണവും കലുഷിതവുമാണ് അവരുടെ ജീവിതം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഓടി മറയാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. അത് നമ്മുടെ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. അതുകൊണ്ട് വാസ്തവത്തില് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളോട് തന്നെ ഇങ്ങനെ ചുമക്കുകയാണ്. നമ്മൾ ചില സമയത്ത് ഈ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേറിട്ട് പോയി ഒരു പിക്നിക്കിന് പോകുക, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ട്രിപ്പ് എവിടെയെങ്കിലും ഒന്ന് യാത്ര ചെയ്യുക, ഗ്രീനറികൾ കാണുക, ചില ഗാർഡനുകൾ സന്ദർശിക്കുക, സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്ന് അല്പസമയത്തേക്ക് ഒന്ന് അകന്നു നിൽക്കുക,
ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യും. മടങ്ങി വരുമ്പോൾ വീണ്ടും പഴയ ബാറ്റിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യും. ആ ബാറ്റില് ആ ഭാരവും ആ പോരാട്ടവും ആ ഭാരങ്ങളും അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതൊന്നും മാറുന്നില്ല. പലപ്പോഴും നമ്മളെ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ വഷളാകുകയും പ്രശ്നങ്ങൾ രൂക്ഷമാകുകയും നാം നിരാശപ്പെടുകയും ചെയ്യും. എന്നാൽ ഇവിടെ നമുക്ക് ഒരു ന്യായമായ അന്വേഷണം ചെയ്യാം. വൈ ഡസ് ഗോഡ് allow us to go through this windy storms and tempest? ഇങ്ങനെയുള്ള കൊടുങ്കാറ്റിൽ കൂടിയും തിരമാലയിൽ കൂടിയും ദൈവം എന്നെ കടത്തിവിടുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ എന്നെ അനുഭവിക്കും? ഞാൻ തന്നെ പല പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഏകനായിട്ടാണെങ്കിലും ശാന്തനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് ജീവിത ടെമ്പസ്റ്റ് എൻ്റെ മേൽ ആഞ്ഞടിക്കുന്നു? വാസ്തവത്തിൽ ഞാൻ സൂക്ഷ്മമായി ദൈവനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രതികൂല കാറ്റുകളിലാണ് നമ്മുടെ ആത്മീയ ജീവിതം വളരുവാനും അത് പക്വമായി തരുവാനും ഇടയാകുന്നത്. നാം വാസ്തവത്തിൽ ഓടിപ്പോകാനും ഓടി രക്ഷപ്പെടാനും ശ്രമിച്ചാൽ അത് നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ശിശുക്കളെ പോലെ വളർച്ചയില്ലാത്ത മുരടിച്ചൊരു അനുഭവത്തിലേക്ക് നമ്മെ നിർത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് വാസ്തവത്തിൽ നമുക്ക് പ്രാവിനെ പോലെ ചിറകുണ്ടായിട്ട് പറന്നു പോകുകയല്ല, കഴുകനെ പോലെ ചിറകുള്ളവരായി തീരുകയാണ് ആവശ്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40:31 അവിടെ നാം വായിക്കുന്നു, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരും. പ്രാവിനെ പോലെ ചിറകുണ്ടായി ജീവിത പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഓടി ഒളിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഞാൻ നിങ്ങളുൾപ്പെടെ അത് നിർത്തിവെച്ചിട്ട് കഴുകനെ പോലെ ചിറകുള്ളവരായി ജീവിത പ്രതിസന്ധികൾ പറന്നുയരുവാൻ നമുക്ക് സാധിക്കണം. കഴുകൻ എങ്ങനെയാണ് ചെയ്യുന്നത്? വലിയ സ്റ്റോം, വലിയ കൊടുങ്കാറ്റ് അറിയുമ്പോൾ ആ കൊടുങ്കാറ്റിന്റെ ശക്തി അതിന്റെ ചിറകന്മേൽ അത് താങ്ങിട്ട് അതിനെ മേലോട്ട് ഉയർത്തിക്കൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന കഠിനമായ ശോധനകൾ, പരിശോധനകൾ, വേദനകൾ, സങ്കടങ്ങൾ, സങ്കീർണതകൾ, ഇത് നമ്മളെ ഒളിച്ചോടാനല്ല, നമ്മളെ ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുവാൻ സഹായം ആയിത്തീരേണ്ടത് ആവശ്യമാണ്. നാം ദൈവസന്നിധിയിൽ വളരെ പക്വമതകളായി തീരുവാൻ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കി തീർക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും ജീവിതത്തിന്റെ പ്രതികൂല കാറ്റുകളും നമ്മെ വളരെ സഹായിക്കുന്നു. നമ്മുടെ ജീവിത തോണി ഈ പ്രതികൂല കാറ്റിന് നേരെ ആടി ഉലയുകയും, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ ചോദിച്ച പോലെ നമ്മൾ ചോദിക്കുകയും ചെയ്യാറുണ്ട് പലപ്പോഴും. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ തകർത്ത് കളയാനല്ല, പടക നശിപ്പിക്കാനല്ല, പ്രാണനെ ഇല്ലാതെയാക്കാനല്ല, മറിച്ച് ആ പ്രതികൂലങ്ങളിൽ നമുക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കും, നാം എത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കും എന്ന് തിരിച്ചറിയേണ്ടതിനും നമ്മുടെ ആത്മീയ ജീവിതം കുറെ കൂടെ ബലപ്പെടേണ്ടതിനും ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമുക്ക് അനുവദിക്കുന്ന ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.